കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധാരാധന ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യം, അവൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാകൃപ, അവൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ നീളം, ഉയരം ഇതൊന്നും ആർക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ല. നമ്മിൽ നല്ല പ്രവൃത്തി കർത്താവ് ആരംഭിച്ചിരിക്കുന്നു. തൻ്റെ നാളിൽ അത് തികയ്ക്കും. പാപത്തിലാണ്ടുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ തക്കവണ്ണം ക്രൂസിൽ പരമയാഗമായി തീർന്ന് ആ രക്ഷ വിശ്വാസത്താൽ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. നമ്മിൽ നല്ല പ്രവൃത്തി, ആ രക്ഷയുടെ നല്ല പ്രവൃത്തി കർത്താവ് ആരംഭിച്ചിരിക്കുന്നു. ശുദ്ധീകരണത്തിൻ്റെ നല്ല പ്രവൃത്തി കർത്താവ് ആരംഭിച്ചിരിക്കുന്നു. അത് തേജസ്കരണത്തിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. നാം രക്ഷിക്കപ്പെട്ടു, ശുദ്ധീകരണ പ്രക്രിയ നമ്മിൽ നടക്കുന്നു. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തൻ്റെ നാളിൽ, തൻ്റെ നാളെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ വരവാണ്. തൻ്റെ നാളിൽ അത് നിവർത്തിക്കും, അത് പൂർത്തിയാക്കും. തേജസ്കരണം പ്രാപിച്ചുകൊണ്ട് ദൈവസഭ എടുക്കപ്പെടുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്നു. ആ ദൈവിക നല്ല പ്രവൃത്തി നമ്മിൽ ക്രിസ്തുയേശുവിലൂടെ ആരംഭിച്ചു. മധ്യാകാശത്തിൽ ദൈവം അത് തികയ്ക്കും. ഗ്ലോറി ടു ഗോഡ്. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം, അത് ഭൗമികമായ കാര്യങ്ങളിൽ പറയാനും കേൾക്കാനും വിശ്വസിക്കാനാണ് പൊതുവെ ആൾക്കാർക്ക് താല്പര്യം. ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി ആരംഭിച്ച് ദൈവം അത് പൂർത്തിയാക്കും എന്നുള്ളതല്ല. ക്രൂസിൽ ആരംഭിച്ച ദൈവ പ്രവൃത്തി മധ്യാകാശത്തിൽ കർത്താവിൻ്റെ രഹസ്യ വരവിൽ പൂർത്തിയാക്കും. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ രഹസ്യ വരവിൽ, മധ്യാകാശത്തിലെ വരവിൽ അത് പൂർത്തിയാക്കും. ഒരുക്കപ്പെട്ട ദൈവത്തിൻ്റെ മണവാട്ടി സഭയെ എടുക്കപ്പെടുന്നതിലൂടെ ആ ദൗത്യം പൂർത്തീകരിച്ചു രാജ്യം പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ശത്രുവായ പിശാചിൻ്റെ കയ്യിലേക്ക് വീണുപോയ രാജ്യം യേശുക്രിസ്തുവിലൂടെ മടക്കിയെടുത്ത് പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്ന ഒരു സുദിനം ആസന്നമായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപകൾ ധാരാളമായിട്ട് പകരട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്. ഇന്ന് വചനം നമ്മുടെ കരങ്ങളിൽ എഴുതപ്പെട്ട ഗ്രന്ഥമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ജീവിതത്തെ അനുതാപത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈ വചനം എഴുതപ്പെട്ട പരിശുദ്ധാത്മാവ് ആളത്വ സാന്നിധ്യവും ആളത്വമായ ദൈവിക ആത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകും. ലോകത്തിലെ മറ്റേതൊരു പുസ്തകം വായിച്ചാലും അത് എഴുതപ്പെട്ട ആള് വായിക്കുന്ന ആളിനോട് സാമീപ്യം ഉണ്ടാകത്തില്ല. എന്നാൽ ബൈബിൾ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇത് എഴുതിയ ആള് ആ വായിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ഉണ്ടാകും. ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകന്മാരിലൂടെ, എഴുത്തുകാരിലൂടെ, 39 ഭക്തന്മാരിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇത് എഴുതിയിരിക്കുന്നത്. അവരിൽ അന്ന് പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് വചനം വായിച്ച് ധ്യാനിക്കുന്ന വ്യക്തിയുടെ ഉള്ളത്തിലും അതേ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകും. എഴുതപ്പെട്ട വചനത്തിൻ്റെ ആത്മീയമായ പൊരുളുകൾ, ദൈവിക ജ്ഞാനം, വചനത്തിലെ വ്യാഖ്യാനവും വചനത്തിലെ വെളിപ്പാടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് പകർന്നു നൽകും. കർത്താവിൻ്റെ സന്നിധിയിൽ അപ്രകാരം ആത്മാവിൽ ബലപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് എഴുതപ്പെട്ടുന്ന നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന വേദവചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
അതുകൊണ്ട് ആരും തന്നെ ദൈവവചന ധ്യാനം ഉപേക്ഷിക്കരുത്. വചനവും ആത്മാവിലെ പ്രാർത്ഥനയും ആത്മാവിലെ ആരാധനയും ഒരു വ്യക്തി ജീവിതത്തെ ഏതൊരു പൈശാചിക ബന്ധനത്തിൽ നിന്നും അവനെ വിടുവിപ്പാൻ ശക്തിയുണ്ട്. വചനത്തെ ധ്യാനിക്കുക, പ്രാർത്ഥനയിൽ വചനത്തിലൂടെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. ആ ഇടപെടുന്ന അനുഭവങ്ങളിലൂടെ ആത്മാവിന്റെ ചൈതന്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ലോകത്തെ, ജഡത്തെ, പാപത്തെ, പിശാചിനെ ജയിച്ച കർത്താവിന്റെ ജയം നമുക്കും ആസ്വദിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആത്മചൈതന്യം നമുക്കും പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. 91-ാം സങ്കീർത്തനം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ അതിൽ ചില കാര്യങ്ങളെ ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് വീണ്ടും ധ്യാനിപ്പാനുണ്ട്. 91-ാം സങ്കീർത്തനത്തിൽ 14-ാം വാക്യത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്തിൽ ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഇവിടെ അവൻ എന്നും ഞാൻ എന്നും പറയുന്നു. കർത്താവിയുടെ അവൻ എന്ന് പറയുന്ന വ്യക്തി 14-ാം വാക്യത്തിൽ പറയുന്നു, എന്നോട് എന്ത് ചെയ്യുന്നു? പറ്റിയിരിക്കുന്നവൻ. ഒന്നിൽ നിന്ന് വേർപെട്ടാലേ ഒന്നിനോട് എന്ത് ചെയ്യാൻ പറ്റൂ? പറ്റിച്ചേരാൻ പറ്റും. മാമോനെയും ദൈവത്തെയും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്നേഹിക്കാൻ പറ്റത്തില്ല. ഒന്നിനെ വിട്ടാൽ ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റൂ? പറ്റിച്ചേരാൻ പറ്റും. ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. ഒന്നിനെ വിട്ടാൽ ഒന്നിനോട് പറ്റിച്ചേരാൻ പറ്റും. പിശാചിന്റെ പ്രവൃത്തികൾ, പാപപ്രവൃത്തികളും വിശുദ്ധ ജീവിതവും ഒരുമിച്ച് എന്ത് ചെയ്യില്ല? പോകത്തില്ല. ഒന്നുപേക്ഷിച്ച് ഒന്നിനോട് എന്ത് ചെയ്യണം? പറ്റിച്ചേരണം. പകലിനും രാത്രിക്കും തമ്മിൽ എന്ത് ബന്ധം? ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? വച്ച് കളഞ്ഞാലേ വെളിച്ചത്തോട് എന്ത് ചെയ്യാൻ പറ്റൂ? പറ്റിച്ചേരാൻ പറ്റൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ വചനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉപേക്ഷിച്ച് കളഞ്ഞ് കർത്താവിനോട് പറ്റിച്ചേരാൻ കഴിയണം. അങ്ങനെ പറ്റിച്ചേരുന്നവൻ, അവനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഞാൻ അവനെ എന്ത് ചെയ്യും? വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ എന്ത് ചെയ്യുന്നു? അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. കർത്താവിൻ്റെ നാമത്തെ അറിയണം. എനിക്ക് വേണ്ടി അയക്കപ്പെട്ട അപ്പോസ്തലനാണ് എൻ്റെ യേശു. എനിക്ക് വേണ്ടി അയക്കപ്പെട്ട രക്ഷിതാവാണ് എൻ്റെ യേശു. എൻ്റെ ശ്രേഷ്ഠ ഇടയനാണ് എൻ്റെ കർത്താവ്. അവൻ എനിക്ക് വേണ്ടി അയക്കപ്പെട്ട മഹാപുരോഹിതനാണ്. അവൻ എൻ്റെ പാപ പരിഹാരത്തിന് യാഗമായവനാണ്. അവൻ എൻ്റെ രക്ഷിതാവും അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനും അവൻ എൻ്റെ ശുദ്ധീകരണവും അവൻ എൻ്റെ തേജസ്കരണവുമാണ്. അവൻ്റെ നാമത്തെ ഞാൻ അറിയുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ അവനെ എന്ത് ചെയ്യും? ഉയർത്തും. പിശാചിന്റെ മകളിൽ, പിശാചിന്റെ പ്രവർത്തികൾക്ക് മകളിൽ ജയമെടുത്ത് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് അവനെ ഉയർത്തും. വേഗത്തിൽ പിശാചിനെ അവന്റെ കാൽ കീഴെ എന്ത് ചെയ്യും? ചതച്ചു കളയും. യേശുവിന്റെ നാമത്തെ അറിയുന്നവന്റെ കാൽ കീഴിൽ പിശാചിനെ കർത്താവ് ചതച്ചു കളഞ്ഞുകൊണ്ട് അവന്റെ മകളിൽ ജയമെടുക്കുവാൻ കർത്താവ് സഹായിക്കും. വീണ്ടും അവിടെ പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവൻ, അവന്റെ നാമത്തെ അറിയുന്നവൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പറ്റിച്ചേരാതെയും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? വിളിച്ചപേക്ഷിക്കാൻ കഴിയും. കർത്താവിൻ്റെ നാമത്തിലെ മഹിമകൾ അറിയാതെയും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? വിളിച്ചപേക്ഷിക്കാൻ പറ്റും. അവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നു. ഈ വിളിച്ചപേക്ഷിക്കുന്നവൻ ആരാണെന്നുള്ളത് 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്യുന്നതന്റെ മറവിൽ എന്ത് ചെയ്യണം? വസിക്കണം. അവന്റെ മറവിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് മുൻപിൽ ആരുണ്ട്? എൻ്റെ കർത്താവാണ്. കർത്താവിന്റെ മറവിലാണ് ഞാൻ എപ്പോഴും ആയിരിക്കുന്നത്. ആ മറവിൽ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വസിക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തെയാണ് അത് കാണിക്കുന്നത്.
അത്യുന്നതൻ വാസം ചെയ്യുന്ന ആ മറവിടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പാർക്കുന്നു. അവനോട് ഏറ്റവും ചേർന്ന് നടക്കുമ്പോൾ ആ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആയിരിക്കുന്നു. അവിടെയാണ് ഞാൻ പാർക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി, അവൻ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്നെന്ത് ചെയ്യും? അവകാശവാദത്തോടു കൂടി അവന് പറയാൻ കഴിയും. ദൈവത്തോടുള്ള സഖിത്വം, ദൈവത്തോടുള്ള ഇന്റിമസിയിലാണ് എന്റെ എന്നുള്ള അവകാശവാദം എന്ത് ചെയ്യാൻ പറ്റുന്നത്? പറയാൻ കഴിയും. അങ്ങനെയുള്ളവൻ കർത്താവിനോട് എന്ത് ചെയ്യുന്നു? 14-ാം വാക്യത്തിൽ പറ്റിയിരിക്കുന്നു. ഞാൻ അവനെ എന്ത് ചെയ്യും? വിടുവിക്കും. അവൻ എന്റെ നാമത്തെ എന്ത് ചെയ്യുന്നു? അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഇപ്രകാരമുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് സകല പൈശാചിക അധികാരങ്ങൾക്ക് മകളിൽ ജയമെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അവനെ സഹായിക്കും. ഗ്ലോറി ടു ഗോഡ്. കഷ്ടകാലത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. കഷ്ടകാലത്തിൽ ദൈവ സാന്നിധ്യം കൂടുതൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചറിയാൻ കഴിയും. കഷ്ടങ്ങളെല്ലാം വിടിവിക്കുമെന്നുള്ള കാര്യമല്ല പറയുന്നത്. നീ പോകുന്ന കഷ്ടകാലത്തിൽ ഞാൻ നിന്നോട് കൂടെ എന്ത് ചെയ്യും? ഇരിക്കും എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേല് നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. എന്തോ ഒരു അവകാശവാദത്തോടു കൂടിയാണ് ദൈവം അത് പറയുന്നത്. പിശാചിന് അത് അവകാശമാക്കുവാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. കാരണം ദൈവം പറഞ്ഞിരിക്കുകയാണ്, നീ എനിക്കുള്ളവൻ തന്നെ. ആമേൻ. പറഞ്ഞിരിക്കുന്ന ആളാരാണ്? വലിയവനായ ദൈവം. ആ വ്യക്തിയെ ഒന്നിനെയും തകർത്ത് കളയുവാൻ എന്ത് ചെയ്യത്തില്ല? ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നേരത്തെ നമ്മൾ വായിച്ചു, കഷ്ടകാലത്തിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. കഷ്ടതകളിലൂടെ പോകത്തില്ല എന്നല്ല പറയുന്നത്, നദികളിലൂടെ കടക്കുകയില്ല എന്നല്ല പറയുന്നത്. അതിലൂടെയൊക്കെ പോയാലും അവിടെ നീ എന്ത് ചെയ്യത്തില്ല? മുങ്ങിപ്പോകത്തില്ല, താളടിയായി പോകത്തില്ല. നീ തീയിൽ കൂടി നടന്നാൽ അപ്പോൾ തീ പോലുള്ള പ്രതിബന്ധങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാകും. അതിലൂടെയൊക്കെ നടക്കേണ്ടുന്ന ചില സമയം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അങ്ങനെ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. എന്തോ ഒരു അഷുറൻസ് ആണ് വചനത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അഗ്നി ജ്വാല നിന്നെ എന്ത് ചെയ്യത്തില്ല? ദഹിപ്പിക്കുകയില്ല. ശദ്രക്, മേശക്, അബേദ്നോമിന്റെ അനുഭവ സംഭവം നമുക്കറിയാം. തീ പോലുള്ള പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അവരോടുകൂടി 4-മതൊരുവനെയാണ് രാജാവ് കാണുന്നത്. പക്ഷേ ഇവർ തീക്കാത്ത ആകുന്നതിന് മുൻപേ 1-മനായി ദൈവം അതിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. ദൈവം അതിന്റെ മധ്യത്തിൽ ഇല്ലാതെയാണ് ഇവർ ആ തീക്കാത്തേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നെങ്കിൽ അവർ വെന്തുപോയേനെ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അവർ തീയുടെ ചൂട് 7 ഇരട്ടി വർദ്ധിപ്പിക്കുമ്പോൾ 1-മനായി കർത്താവ് അതിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നും നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. കർത്താവോടെ അവകാശം പറഞ്ഞ് പേർ വിളിച്ചെടുക്കുകയും ഞാൻ നിന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സകല വിഷയങ്ങളിലും അതിന്റെ മധ്യത്തിൽ നിനക്ക് ഞാൻ ആരായിരിക്കും? രക്ഷകൻ. ഇവിടെ നമ്മൾ വായിച്ചത് ആർക്കാണ് കർത്താവ് രക്ഷകനായി വരുന്നത്? അവനോട് പറ്റിച്ചേർന്നിരിക്കുന്ന വ്യക്തി. ആർക്കാണ് കർത്താവ് രക്ഷകനായിരിക്കുന്നത്? അവന്റെ നാമത്തെ അറിയുന്ന വ്യക്തി. യേശുവിന്റെ നാമത്തെ ഇനിയും ഇനിയും ധാരാളമായിട്ട് എന്ത് ചെയ്യാനുണ്ട്? അറിയാനുണ്ട്. കർത്താവിന്റെ മഹത്വത്തിന്റെ നാമം നിരവധിയാണ്. ഓരോ വചനവും
അവന്റെ നാമത്തിന്റെ മനോഹാരിത വെളിപ്പെടുത്തുന്നതാണ്. ഓരോ വചനത്തിലും കർത്താവിന്റെ പ്രവർത്തികളും അത് കർത്താവിന്റെ നാമത്തിന്റെ മഹിമയെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഞാൻ എനിക്ക് എൻ്റെ ദൈവത്തെ മറവിടമാക്കി ഞാൻ എന്ത് ചെയ്യുന്നു? വച്ചിരിക്കുന്നു. എൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും മുൻപിൽ അവനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. സർവശക്തന്റെ നിഴലിന്റെ കീഴിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അത് ഏറ്റവും താഴ്മപ്പെടുന്ന ഒരു അനുഭവം ആണ് അവിടെ ചിത്രീകരിക്കുന്നത്. താഴ്മപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ള വ്യക്തി ജീവിതത്തെ കർത്താവോടെ പറയുന്നു 16-ാം വാക്യത്തിൽ, ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ എന്ത് ചെയ്യും? തൃപ്തി വരുത്തും. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ദീർഘായുസ് എന്ന് പറയുന്നത് എറ്റേണിറ്റിയാണ്. ഗ്ലോറി ടു ഗോഡ്. എറ്റേണിറ്റി യേശുക്രിസ്തുവിലൂടെ നമുക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട് നിമിത്തം അവരുടെ ആയുസ് മരുഭൂമിയിൽ എന്ത് ചെയ്തു? അവസാനിച്ചു. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ എന്ത് ചെയ്തു? ശിക്ഷാവിധിയിലേക്ക് എന്ത് ചെയ്തു? പോയി. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതുവരെ ഇത് പുറത്തായിരുന്നു. ലോകത്തിലേക്ക് കടന്നു വന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. 17-ാം വാക്യത്തിൽ വരുമ്പോൾ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്നത് കർത്താവിലൂടെ മാത്രമേ ഉള്ളൂ. അവന്റെ നാമത്തെ അറിയുന്ന വ്യക്തിജീവിതത്തിന് നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ ഉറപ്പെന്ത് ചെയ്യുന്നു? നൽകുകയാണ്. ഇസ്രായേൽ മക്കളും അവരുടെ അനുസരണക്കേടിൽ അവരുടെ ആയുസ് 40 വർഷത്തിനകത്ത് എന്ത് ചെയ്തു? അവസാനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ സകലർക്കും നിത്യജീവന്റെ അല്ലെങ്കിൽ നിത്യമായി ദൈവത്തോടു കൂടിയുള്ള വാസം കർത്താവ് നമുക്ക് നൽകുകയാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നിത്യതയിൽ കർത്താവ് ചേർത്ത് കൊള്ളുന്നതിനെ ഇവിടെ പറയുകയാണ്. അവന്റെ മറവിൽ വസിക്കുന്നവൻ, കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ പാർക്കുന്നവൻ, കർത്താവിനോട് പറ്റിച്ചേരുന്ന വ്യക്തി, അവന്റെ നാമത്തെ അറിയുന്ന വ്യക്തി, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിക്ക് നിത്യജീവന്റെ ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. നിത്യമായ രക്ഷയെ കർത്താവ് ആ വ്യക്തിക്ക് എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. ഈ ലോകത്തിലുള്ള രക്ഷയോ കാര്യങ്ങളോ അല്ല. ഹല്ലേലൂയ. അത് ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വചനത്തിൽ പ്രോമിസസ് തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവന്റെ നിത്യരക്ഷ മരണത്തിനപ്പുറത്തേക്ക് പോകുന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. ആ നിത്യമായ രക്ഷയെ ഞാൻ അവൻ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കുന്ന. ഹല്ലേലൂയ. അതനുഭവിപ്പാൻ, അത് ആസ്വദിപ്പാൻ, അത് അവകാശമാക്കുവാൻ, അതിൽ ജീവിപ്പാൻ, അതിൽ ഉല്ലസിക്കുവാൻ, അതിൽ പ്രമോദിക്കുവാനാണ് കർത്താവ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. അങ്ങനെ അവന്റെ മറവിൽ വസിക്കുന്ന വ്യക്തി, ആ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന വ്യക്തി, അവനെ സങ്കേതവുമായും അവന് ജീവിതത്തിൽ കോട്ടയായും കർത്താവിൽ ആശ്രയിക്കുകയും എന്റെ എന്ന അവകാശം പറഞ്ഞുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു വ്യക്തി, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ നാമത്തെ അറിഞ്ഞ് അനുഭവിച്ച് അതിൽ രസിക്കുന്ന ഒരു വ്യക്തി, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, അവനെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്യും? വിടുവിക്കും. അവന്റെ ചതിയിൽ നിന്ന്, വേട്ടക്കാരന്റെ ചതിയിൽ നിന്നും അവന്റെ ആക്രമണ ആയുധങ്ങളിൽ നിന്നും കർത്താവ് എന്ത് ചെയ്യും? വിടുവിക്കും. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. രണ്ടാമത് പറയുന്നു, നാശകരമായ മഹാമാരിയിൽ നിന്ന് എന്ത് ചെയ്യും? വിടുവിക്കും. തൊട്ടു മുകളിൽ പറയുന്നു, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും. എവിടെ സങ്കേതം? വേട്ടക്കാരൻ വേട്ടയാടുമ്പോൾ അവൻ എനിക്ക് എന്താകണം?
സങ്കേതമാണ്. രണ്ടാമത് പറയുന്നത് അവൻ എനിക്ക് കോട്ടയാണ്. ഈ മഹാമാരി വരുമ്പോൾ എത്ര വലിയ കോട്ട കെട്ടിയാലും മഹാമാരി അവിടെ എന്ത് ചെയ്യും? കടന്നു കയറും. മനുഷ്യൻ പുരോഗമനം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാപിച്ചിട്ടുണ്ട്. ശാസ്ത്ര മേഖലകളിൽ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര മേഖലകളിലൊക്കെ ഒരുപാട് പുരോഗതി എന്ത് ചെയ്തു? പ്രാപിച്ചു. മനുഷ്യന്റെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി കോട്ട കെട്ടും പോലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സംരക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം 2019 കൊറോണ വന്ന സമയത്തിൽ മനുഷ്യൻ കെട്ടിവെച്ചിരുന്ന സകല കോട്ടകളെയും ഇതെന്ത് ചെയ്തു? അടിച്ച് തകർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ജനം എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. ഇവിടെ മഹാമാരിയിൽ നിന്ന് മാനുഷികമായ കോട്ട കൊണ്ടൊരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റില്ല? സംരക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിന് സംരക്ഷിക്കാൻ പറ്റും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും കർത്താവ് എന്ത് ചെയ്യുന്നു? നാശകരമായ മഹാമാരിയിൽ നിന്ന്, എന്തുമാത്രം നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അറിയാം, കോളറയും അതുപോലെ പഴയ കാലഘട്ടങ്ങളിൽ ഇതിനൊന്നും മരുന്നുകളില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ എന്തുമാത്രം ജനം, ലക്ഷക്കണക്കിന് ജനം എന്ത് ചെയ്തു? മരിച്ചു പോയിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലും ഭക്തന്മാർ ഒരു മരുന്നും എടുക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ ഇല്ലല്ലോ. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഈ 91 സങ്കീർത്തനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തെ വെച്ച് പ്രാർത്ഥിച്ച് അതിജീവിച്ച വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം അത് പറയുന്നു. കാരണം ഒരു മതില് കെട്ടി വെച്ച് കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾ തടയാൻ പറ്റും, പക്ഷേ മഹാമാരി എന്ത് ചെയ്യാൻ പറ്റില്ല? തടയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്യും? സംരക്ഷിക്കും. മാത്രമല്ല വീണ്ടും പറയുന്നത്, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ എന്ത് ചെയ്യും? മറയ്ക്കും. ഹല്ലേലൂയ. വേട്ടക്കാരന്റെ ആയുധങ്ങളിൽ നിന്ന് ദൈവത്തിന് നമ്മെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് വേറെ വലിയ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. ദൈവം തന്റെ തൂവലുകൾ കൊണ്ട് എന്ത് ചെയ്യും? അതിനർത്ഥം എന്താണ്? ഒരു പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളെ അതിന്റെ തൂവലുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന സംരക്ഷണം പോലെ എത്ര വലിയ പോരാട്ടം ഉണ്ടെങ്കിലും ദൈവിക സംരക്ഷണമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് എത്ര പോരാട്ടം ഉണ്ടായിരുന്നാലും ദൈവിക സംരക്ഷണം അവന് ഏറ്റവും കംഫർട്ടായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. ചില വിശ്വാസികൾ പറയും എന്നും പോരാട്ടം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? തൂവലുകൾ കൊണ്ട് എന്ത് ചെയ്യും? ദൈവം സംരക്ഷിക്കും. ചിന്തിച്ചു നോക്കുക, എന്തോ ഒരു സംരക്ഷണമാണ്. ദൈവം തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന, അവന്റെ മറവിൽ വസിക്കുന്ന, ആ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന, അവന്റെ നാമത്തെ അറിയുന്ന, അവനോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ കർത്താവ് കൊടുക്കുന്ന സംരക്ഷണം. തൂവലുകൾ കൊണ്ട് എന്ത് ചെയ്യും? അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിന്റെ കീഴിൽ നീ എന്ത് ചെയ്യും? ശരണം പ്രാപിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ കാര്യം ചിന്തിച്ചാണ്. കെരൂബുകൾക്ക് കീഴിൽ, ആ ചിറകിന്റെ കീഴിൽ, അല്ലേ, പെട്ടകത്തിനകത്ത്, പെട്ടകം നമ്മളാകുന്ന പെട്ടകത്തിനകത്ത് ജീവന്റെ മന്നയും അഹരോന്റെ തളിർത്ത വടി, അത് വെളിപ്പാടിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം, കൽപ്പലക ആ പെട്ടകത്തിനകത്ത് എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. ഗ്ലോറി. അതിന്റെ മകളിൽ ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. നമ്മളാകുന്ന പെട്ടകത്തിനകത്ത് ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് അത് നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ആ വ്യക്തി ജീവിതത്തിനാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. 124 സങ്കീർത്തനത്തിൽ നമ്മൾ വരുമ്പോൾ 6ഉം 7ഉം വാക്യം, നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. ഹല്ലേലൂയ. ശത്രു വിരിച്ച വലയിൽ, ആ കെണിയിൽ കുരുങ്ങിയതാണ്. പക്ഷെ ദൈവം അവിടെ നിന്ന് എന്ത് ചെയ്തു? രക്ഷിച്ചത് കൊണ്ട് ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അവന്റെ പല്ലിൽ എന്ത് ചെയ്തനെ? ഇരയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ കശാപ്പ് ചെയ്യുമായിരുന്നു. കർത്താവ് അവിടെ നിന്ന് എന്ത് ചെയ്തു? വിടിവിച്ചിരിക്കുന്നു. അവന്റെ തൂവലുകൾക്കകത്തുനിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. ആ ചിറകിന്റെ കീഴിൽ ഇന്ന് നമ്മൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും അവിടെ നമ്മൾ വായിക്കുന്ന 5-ാം വാക്യത്തിൽ രാത്രിയിലെ ഭയത്തെ, ഭയം എന്നുള്ള ഒരു അനുഭവത്തെ കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു? കാണുന്നുണ്ട്. ഇത് എപ്പോഴുള്ള കാര്യം എന്നാണ്? രാത്രി.
പിശാച് എപ്പോഴും ഒരു മനുഷ്യനെ ദൈവം അവന് കൊടുത്തിരിക്കുന്ന വെളിച്ചത്തിൽ നിന്ന് അവനെ ഇരുട്ടിലേക്ക് എന്ത് ചെയ്യും? അവനെ കൊണ്ടുപോകും. ഏതൊരു വ്യക്തി ജീവിതത്തിനാണോ ഭയം എന്നുള്ളത് അവനെ ഭരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഓർത്തുകൊള്ളണം, അവൻ എവിടെയല്ല? വെളിച്ചത്തിലല്ല. ദൈവിക വെളിച്ചത്തിനകത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയത്തിനെന്തില്ല? സ്ഥാനമില്ല. ഭയം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ നീ മറവിടമാക്കി വെച്ചിരിക്കുന്നത് നീ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. നീ പാർക്കുന്നത് ഇടം എവിടെയാണെന്ന് നീ ഒന്നുകൂടെ നിന്നെ തന്നെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നീ കർത്താവിനോട് എത്രത്തോളം പറ്റിച്ചേർന്നിരിക്കുന്നു എന്ന് നീ നിന്നെ തന്നെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഹല്ലേലൂയ. എന്ത് കാര്യത്തിനും പലരും ഭയത്തിനടിമകളാണ്. കാരണം എന്താണ്? അവർ വെളിച്ചത്തിന്റെ മക്കളായി, വെളിച്ചത്തിലുള്ളവരായി എന്ത് ചെയ്യുന്നില്ല? ജീവിക്കുന്നില്ല. അവർ അവരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെയാണ് എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. നിങ്ങൾ ഇരുളിനും വെളിച്ചത്തിനുമുള്ളവരല്ല. ഹല്ലേലൂയ. ഇത് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി നിൽക്കാനുള്ളവരല്ല വിശ്വാസികൾ. ഇരുട്ടിന്റെ പ്രവൃത്തികളെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? വച്ചുകളവിൻ. വെളിച്ചത്തിൽ നിങ്ങൾ വരുവിൻ. അപ്പോൾ ഭയത്തിന് അവിടെ എന്തില്ല? സ്ഥാനമില്ല. ഇവിടെ പറയുന്ന എന്താണ്? ഈ വാക്യത്തിൽ തന്നെ വിശ്വസിച്ചാൽ ഭയം എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. രാത്രിയിലെ ഭയത്തിൽ നിന്ന് വരണമെങ്കിൽ അവൻ വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യണം? വരണം. കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ആ വെളിച്ചത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയമില്ല. മരണത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തുവിലൂടെ പുനരുദ്ധാനം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഉറപ്പ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കാം. കർത്താവ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ ബലം എവിടെ? ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനെ മറവിടമാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന ഒരു വ്യക്തി, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ നാമത്തെ അറിയുന്ന ഒരു വ്യക്തി, അവനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അവനെ സങ്കേതമായും കോട്ടയായും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ രാത്രിക്കുള്ളവനല്ല, അതിന്റെ ഭയത്തിന് അടിമയായിട്ടിരിക്കാനുള്ളവനല്ല. വീണ്ടും പകൽ പറക്കുന്ന അസ്ത്രത്തെ, ശത്രുവായ പിശാച് ചില ആയുധ പ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ പറക്കുന്ന അസ്ത്രം വളരെ വേഗത്തിൽ പിശാച് ചിലപ്പോൾ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. പകൽ പോലുള്ള ഒരു അനുഭവത്തിന്റെ മധ്യത്തിലും പിശാച് എന്ത് ചെയ്യും? അവന്റെ അസ്ത്രപ്രയോഗം എന്ത് ചെയ്യും? അത് നമ്മുടെ കൈ കൊണ്ട് തടുക്കാനോ നമ്മുടെ കണ്ണിനത് കാണാനോ പറ്റത്തില്ല. പക്ഷേ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ആ പകൽ പറക്കുന്ന അസ്ത്രത്തെ കർത്താവ് എന്ത് ചെയ്തോളും? നിന്നിൽ അറ്റാക്ക് ചെയ്യാതെ വണ്ണം കർത്താവ് സൂക്ഷിക്കും. പിശാചിന്റെ അസ്ത്രം മിന്നൽ പോലെ പിശാചിന്റെ പോരാട്ടത്തെ കർത്താവ് എന്ത് ചെയ്യും? നിന്റെ ജീവിതത്തെ തൊടാതെ വണ്ണം എന്ത് ചെയ്യും? കർത്താവ് സംരക്ഷിക്കണമെങ്കിൽ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം അസ്ത്രം എന്ത് ചെയ്യും? തറയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് 150 പ്രാവശ്യം കാണാതെ പറയാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? പറ്റും. പക്ഷേ അവന് മറവിടമായി, അവിടം വാസസ്ഥലമായി, അവനോട് പറ്റിച്ചേർന്ന് അവന്റെ നാമത്തെ വചനത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിനെ സങ്കേതമായും കോട്ടയായും ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ സഖിത്വം അനുഭവിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുന്നുവെങ്കിൽ ഈ പൈശാചികന്റെ അസ്ത്രങ്ങളിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്യും? വിടുവിക്കും. വീണ്ടും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്ഷരികമായിട്ടുള്ള ഒരു മഹാമാരിയുണ്ട്, ആത്മതലത്തിലും ഒന്നുണ്ട് മഹാമാരിയുണ്ട്. അല്ലെങ്കിൽ ഒന്നിൽ നിന്നൊന്നിലേക്ക് പല ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്ന പല കാര്യങ്ങൾ എന്ത് ചെയ്യും? പകർച്ചവ്യാധി പോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വിശ്വാസികളുടെ ഇടയിൽ പോലും എന്ത് ചെയ്യും? ഈ പകർച്ചയുണ്ടോ? ആത്മാവിനെ എന്ത് ചെയ്യും? നിത്യതയിൽ നിന്ന് നശിപ്പിച്ചു കളയുന്ന പകർച്ചവ്യാധികളുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന പകർച്ചവ്യാധിയുണ്ട്, ആത്മാവിലുണ്ടാകുന്ന പകർച്ചവ്യാധിയുണ്ട്. ദൈവത്തോട് നീ പറ്റിയിരിക്കുന്നുവെങ്കിൽ നേരത്തെ വായിച്ചതുപോലെ എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പകർച്ചവ്യാധികളൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാകും. പക്ഷെ ആത്മാവിന്റെ നിത്യരക്ഷ ദൈവം നിനക്ക് എന്ത് ചെയ്യും? കാണിച്ചു തരും. ആ പകർച്ചവ്യാധികളിൽ നീ എന്ത് ചെയ്യത്തില്ല? വീണു പോകത്തില്ല.
അക്ഷരികമായിട്ടുള്ളതും ആത്മീയമായ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ ഇവിടെ പറയുന്നത് എന്താണ്? സംഹരിച്ചു കളയുക. ലക്ഷ്യം എന്താണ്? സംഹരിച്ചു കളയുക, കൊന്നു കളയുക. ജീവൻ എന്ത് ചെയ്യുക? അപായപ്പെടുത്തുക. അക്ഷരികമായും ആത്മാവിനെയും നിത്യമായ സ്വർഗത്തിലേക്ക് നീ എത്തിച്ചേരാതെ രണ്ടാം മരണത്തിലേക്ക് നിന്നെ എന്ത് ചെയ്യുക? സംഹരിച്ചു കളയാനുള്ള സംഹാരകനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? സംഹരിച്ചു കളയാതിരിക്കണമെങ്കിൽ, രണ്ടാം മരണത്തിൽ നിത്യമായ നരകം എന്നുള്ള അനുഭവത്തിലേക്ക് മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ, പിശാച് സംഹരിച്ചു കളയാതിരിക്കണമെങ്കിൽ അത്യുന്നതനെ നീ മറവിടമാക്കി വെക്കണം. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ നീ എന്ത് ചെയ്യണം? പാർക്കണം. അവന്റെ നാമത്തെ നീ എന്ത് ചെയ്യണം? അറിയണം. അവനോട് കൂടെ എന്ത് ചെയ്യണം? പറ്റിച്ചേർന്നിരുന്നില്ലെങ്കിൽ സംഹാരകനുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ സംഹാരദൂതൻ അവരെ തൊടാതിരിക്കേണ്ടുന്നതിന് കുഞ്ഞാടിന്റെ രക്തം എന്ത് ചെയ്തിരുന്നു? അവർക്ക് അടയാളപ്പെടുത്തിയിരുന്നു. അതാണ് കർത്താവ് പുതിയ നിയമസഭയിൽ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും കർത്താവിന്റെ മേശയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പങ്കുകാരായി തീരണം. നിങ്ങൾ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കണം. സംഹാരദൂതനില്ലെങ്കിൽ എന്ത് ചെയ്യും? ആത്മമണ്ഡലത്തെ തകർക്കും. സംഹാരദൂതനിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുതൽ എന്ത് ചെയ്യണം? പ്രാപിക്കണം. സംഹാരകൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊത്തവണ്ണം ജീവിതം ക്രമപ്പെടുത്തിയില്ലെങ്കിൽ 1000-ത്തെയും 10,000-ത്തെയും വീഴ്ത്താൻ പിശാചിന് വലിയ സമയമൊന്നും വേണ്ട. നിന്റെ കണ്ണത് കണ്ടിട്ടുണ്ട്. നിന്റെ വശത്തും നിന്റെ വലതുവശത്തും ഈ പറയപ്പെട്ട വേട്ടക്കാരന്റെ കെണിയിൽ വീഴുന്നവർ നാശകരമായ മഹാമാരി ഫിസിക്കലി ഉള്ളതും ആത്മമണ്ഡലത്തിലുമുണ്ട്. പകർച്ചവ്യാധികളിൽ നിന്ന് ആത്മീയമായ കാര്യങ്ങളിൽ നിന്ന് പിന്മാറിപ്പോയവർ, വീണുപോയവർ, തകർന്നു പോയവർ. എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ അവന്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന അനുഭവം ഉള്ളവർ, ദൈവിക സംരക്ഷണത്തിന്റെ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർ, അത് നീ എന്ത് ചെയ്തിട്ടുണ്ട്? നീ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ വിശ്വസ്തതയിൽ പരിചയം ബലകയുമായി സംരക്ഷണം പ്രാപിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ട്. ന്യായവിധിയിൽ പോയി വീണുപോയവരും ഉണ്ട്. ഇത് കണ്ടിട്ട് നീ എന്ത് ചെയ്യണം? നീ നിന്നെ തന്നെ എന്ത് ചെയ്യണം? നീ സൂക്ഷിച്ചോണം. ഇല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നീ എന്ത് ചെയ്യും? വീഴും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നിന്റെ വശത്ത് 1000 പേരും 10,000 പേരും വീഴും. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അവ നിന്നോടടുത്ത് വരികയില്ല. വേട്ടക്കാരൻ അതിൻ്റെ ആയുധപ്രയോഗങ്ങൾ പ്രയോഗിച്ചാലും നിന്നോട് എന്ത് ചെയ്യത്തില്ല. അതിൻ്റെ വല വീശുമ്പോൾ അതിൽ നീ എന്ത് ചെയ്യത്തില്ല. നാശകരമായ രീതിയിൽ ആത്മമണ്ഡലത്തിലും പകർച്ചവ്യാധികൾ എന്ത് ചെയ്യും? ഉണ്ടാകും. നിനക്കോ ആത്മീയ വർധനയ്ക്കുള്ള എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് പാപത്തിൽ നിന്ന് പാപത്തിലേക്കുള്ള വാസന, ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന, ചിലർക്ക് ദോഷത്തിൽ മുതിർന്നു വരും. അഴുക്കാടുന്നവൻ ഇനിയും എന്ത് ചെയ്യും? അഴുക്കാടും. വിശുദ്ധീകരിക്കുന്നവനോ ഇനിയും നിന്നെ തന്നെ എന്ത് ചെയ്യും? വിശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളണം, ദൈവം നൽകുന്ന സംരക്ഷണം പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കണം. അല്ലാതെ 91 സങ്കീർത്തനം ഉറങ്ങാൻ സമയത്ത് കാണാതെ പറഞ്ഞിട്ട് കയറി കിടന്നു കഴിഞ്ഞാലൊന്നും ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, കിട്ടാത്തൊന്നുമില്ല. വാസം ചെയ്യണം. നിന്റെ വാസം എവിടെ? നിന്റെ ചിന്താമണ്ഡലത്തിന്റെ വാസം എവിടെ? നിന്റെ വികാരത്തിന്റെ വാസം എവിടെ? നിന്റെ വിചാരങ്ങളുടെ വാസം എവിടെ? നിന്റെ ഇച്ഛാശക്തിയുടെ വാസം എവിടെ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മമണ്ഡലം എവിടെ വാസം ചെയ്യുന്നു? നിന്റെ ഫിസിക്കൽ ബോഡി, അവന്റെ മഹത്വത്തിൽ നീ ഉല്ലസിക്കുന്നുണ്ടോ? ആരാണ് നിന്നിൽ വാസം ചെയ്യുന്നത്? ദൈവം മനുഷ്യനിൽ അധിവസിക്കുവാനാണ് തൻ്റെ സ്വരൂപത്തിലും ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. എന്നാൽ പിശാച് എന്ത് ചെയ്തു? അവൻ അധിവസിക്കുവാൻ തക്കവണ്ണം മനുഷ്യനെ പാപത്തിലൂടെ എന്ത് ചെയ്തു? അവനെ പിടിച്ചു. കർത്താവ് യേശുക്രിസ്തു കാലത്തിന്റെ സമ്പൂർണതയിൽ
പിശാചിൽ നിന്നും മടക്കിയെടുത്ത കാഴ്ചയാണ് കാൽവറി ക്രൂസിൽ നിനക്ക് വേണ്ടി കർത്താവിന്റെ ശരീരം തകർക്കപ്പെട്ടത്. എന്റെ പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ, പാപത്തിന്റെ ശിക്ഷാവിധിയായ നിത്യ നരകത്തിലെ ശാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടു. 50-ാം ദിവസം, പുനരുദ്ധാനം പ്രാപിച്ച 50-ാം ദിവസം, പെന്തക്കോസ്ത് നാളിൽ ദൈവം അധിവസിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ ദൈവം ആത്മാവായി ആദിമ നൂറ്റാണ്ടിൽ 120 പേർ കൂടി ദൈവത്തെ ആരാധിച്ചപ്പോൾ മനുഷ്യന്റെ അന്തരാത്മാവിൽ ദൈവത്തിന് പ്രവേശിപ്പാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതനുഭവിപ്പാൻ, ആസ്വദിപ്പാനുള്ള വാഞ്ച ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ, ഹൃദയം ദൈവത്തിന് വേണ്ടി തുറക്കുമ്പോൾ, മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഉള്ളത്തിൽ പ്രവേശിക്കും. മഹത്വത്തിന്റെ രാജാവായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അവന്റെ നാമം യേശു എന്നാണ്. അവനിൽ വാസം ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അവൻ നിന്നിൽ വാസം ചെയ്യുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും ഈ വേട്ടക്കാരൻ നിമിത്തം, ഈ പൈശാചിക മണ്ഡലത്തിലെ പോരാട്ടങ്ങൾ നിമിത്തം, രാത്രിയിലെ ഭയങ്ങൾ നിമിത്തം, പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ നിമിത്തം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി നിമിത്തം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാര നിമിത്തം നിന്റെ വശത്ത് 1000 പേരും 10,000 പേരും വീഴും. പക്ഷെ നീ നിൽക്കുന്നതിന്റെ കാരണം അത്യുന്നതന്റെ മറവിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ നീ നിൽക്കും. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ നീ നിൽക്കും. അവൻ എന്റെ സങ്കേതവും അവന്റെ കോട്ടയും എന്ന് നീ ഏൽപ്പിച്ചു കൊടുത്ത് അവനെ ആശ്രയിച്ചു കൊണ്ട് നീ ആയിരിക്കുന്നുവെങ്കിൽ നിനക്ക് നിൽക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ നിന്നെയും എന്ത് ചെയ്യും? വീഴ്ത്തും. നീ സൂക്ഷിക്കുക. അവന്റെ നാമത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ, ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ പകർച്ച തരുമ്പോൾ, വെളിപ്പാടിന്റെ ആത്മാവിന്റെ പകർച്ച തരുമ്പോൾ, നിന്റെ യാത്ര എങ്ങോട്ടാണ്? മടങ്ങി വരിക. ദൈവാത്മാവ് സംസാരിക്കുന്നു. ആത്മാവ് സഭകളോട് സംസാരിക്കും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത്, ഈ പറയപ്പെട്ടത് നിന്നോട് എന്ത് ചെയ്യത്തില്ല? അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ഇവിടെ കാഴ്ചയിൽ 2 കാര്യങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവം നൽകുന്ന സംരക്ഷണം നീ കാണും. ദൈവ വഴിയിൽ നിന്ന് തെറ്റിവഴന്നു പോകുന്നവന്റെ ന്യായവിധി നീ എന്ത് ചെയ്യും? കാണും. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ധനവാൻ നരകകൂപത്തിൽ നിന്ന് അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ എന്ത് ചെയ്തു? കണ്ടു. അങ്ങനെ ഒരു അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോയാൽ അവൻ പിന്നീട് ആവശ്യപ്പെട്ടു, എന്റെ ബാക്കി സഹോദരങ്ങൾ ഭൂമിയിൽ ശേഷിക്കുന്നുണ്ട്, അവരെങ്കിലും രക്ഷിക്കാൻ എന്നെ എന്ത് ചെയ്യണം? അങ്ങോട്ട് വിടണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നടന്നോ? ഇല്ല. ദുഷ്ടന് വരുന്ന ന്യായവിധി എന്ത് ചെയ്യും? കാണും. നീതിമാനുണ്ടായ സംരക്ഷണം എന്ത് ചെയ്യും? കാണും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആശ്രയിച്ചായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സംരക്ഷണത്തിന്റെ മഹത്വം എന്ത് ചെയ്യാൻ കഴിയണം? കാണാൻ കഴിയണം. ഈ ഒരു അനുഭവത്തിന്റെ മധ്യത്തിൽ വീണ്ടും താൻ ആവർത്തിച്ച് പറയണേ, ഓവേ നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള പ്രവചനവും ഇതിനകത്തുണ്ട്. അത് ആർക്ക് കൂടി ഉള്ളതാണ്? നമുക്ക് കൂടിയുള്ളതാണ്. ഹല്ലേലൂയ. അണലിമേൽ നീ ചവിട്ടുമെന്ന് പറയുന്നത് മനുഷ്യന്, ഇത് ആരെ കുറിച്ചാ പറയുന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആ തകർത്തത് ആർക്ക് കൂടിയുള്ള അവകാശമാണ്? ശത്രുവായ പിശാചിന്റെ മേൽ കർത്താവ് എടുത്ത ജയം നമ്മുടെ കൂടി ജയമാണ്. ഹല്ലേലൂയ. ഒരനർത്ഥവും നിനക്ക് എന്ത് ചെയ്യത്തില്ല? ഭവിക്കുകയില്ല. ഒരനർത്ഥവും. എന്തോ ഒരു പ്രോമിസ് അല്ലേ? അനർത്ഥങ്ങൾ പിശാച് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കും. പക്ഷേ ദൈവം നമുക്ക് തരുന്ന പ്രോമിസ് അതിശ്രേഷ്ഠമായതാണ്. ഒരനർത്ഥവും നിനക്ക് എന്ത് ചെയ്യത്തില്ല? ഭവിക്കുകയില്ല. സദൃശ്യവാക്യങ്ങൾ 12-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നീതിമാന്
ഒരു തിന്മയും ഭവിക്കുകയില്ല. ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയുന്ന. കർത്താവിൻ്റെ വേലയിലും ചില ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാം? വേലയിൽ ബുദ്ധിമുട്ടുകൾ വരാമെന്നല്ല, ബുദ്ധിമുട്ടുകൾ വരും. തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 4-ാമത്തെ അധ്യായം 14-ാം വാക്യം. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. പൗലോസ് പറയാണ്, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീ അവനെ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ സത്യവചനത്തോട് എന്ത് ചെയ്യും? എതിർത്ത് നിൽക്കും. സത്യവചനത്തെ പ്രസംഗിക്കുന്നിടത്ത് അനർത്ഥമുണ്ടാക്കാൻ എന്ത് ചെയ്യും? കൂടെ നിൽക്കുന്നവരെന്ത് ചെയ്യും? ശ്രമിക്കും അനർത്ഥമുണ്ടാക്കുക. കർത്താവ് പറയുന്ന ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. യോബിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം 19-ഉം 20-ഉം വാക്യത്തിലേക്ക് വരാം. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്നും എന്ത് ചെയ്യും? വിടുവിക്കും. ക്ഷാമവും യുദ്ധവും തൊട്ടുമേളി പറഞ്ഞിരിക്കുന്ന 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ എന്ത് ചെയ്യും? വിടുവിക്കും. 7-ാമത്തേത്, ഈ 7-ാമത്തെ കഷ്ടം എന്ന് പറയുന്നത് നിത്യ നരകം എന്നുള്ള കഷ്ടമാണ്. ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കഷ്ടങ്ങളിൽ നിന്നും 7-ാമത്തെ കഷ്ടം എന്ന് പറയുന്ന നിത്യ നരകത്തിൽ നിന്നും, ആ അനർത്ഥത്തിൽ നിന്നും ദൈവം നിന്നെ എന്ത് ചെയ്യും? വിടുവിക്കും. ഭൂമിയിലെ കഷ്ടം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സഹിക്കാനൊക്കെ കഴിയും. പക്ഷെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ, ഇവിടെ പറഞ്ഞ 7-ാമത്തെ കഷ്ടം എന്ന് പറയുന്ന നിത്യ നരകം എന്നുള്ള കഷ്ടം, 2-ാം മരണം എന്നുള്ള കഷ്ടം മനുഷ്യന് സഹിക്കാൻ പറ്റുന്നത് അല്ല. അതിൽ നിന്ന് രക്ഷിക്കാനാണ് കർത്താവ് എല്ലാ പങ്കപ്പാടും എന്ത് ചെയ്തത്? ഏറ്റെടുത്തത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കുകയില്ല. മിസ്രയീം അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടുന്നതിന് ദൈവം, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കേണ്ടുന്നതിന് ദൈവം അവിടെ എന്ത് ചെയ്തു? 10 ബാധകൾ എന്ത് ചെയ്തു? അയച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ പല ബാധകളുമുണ്ട്. ഇവിടെ പറയുന്നു, അനർത്ഥത്തിൽ നിന്നും ബാധകളിൽ നിന്നും ദൈവം വിടുവിക്കുന്നു. അവന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം മാർക്ക് ചെയ്തിരിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് ദൈവം ചെയ്യും? നിന്നെ വിടുവിക്കും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടുന്നത്. നീ ആയിരിക്കുന്ന വഴി ദൈവത്തിന്റെ വഴിയാണെങ്കിൽ, ദൈവം നിനക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്ന വഴിയിലാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, ആ വഴികളിലെല്ലാം നിന്നെ കാക്കേണ്ടുന്നതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൈവം തൻ്റെ ദൂതന്മാരെ കാവലാക്കി ദൈവം അവരെ സംരക്ഷിക്കും. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എപ്പോഴും പിതാവിന്റെ മുഖത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ ദൂതന്മാരെ കാവലാക്കുന്നു. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക്, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന ഒരു വ്യക്തിക്ക്, അവനെ സങ്കേതമാക്കി വെച്ചിരിക്കുന്ന, കോട്ടയാക്കി വെച്ചിരിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന, അവന്റെ നാമത്തെ അറിയുന്ന, അവനോട് പറ്റിയിരിക്കുന്ന, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടുന്നതിന് അവർ നിന്നെ കൈകളിൽ എന്ത് ചെയ്യും? വഹിച്ചുകൊള്ളും. ഈ വാക്യം പിശാച് കർത്താവിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞ കാര്യം നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പിശാച് എന്ത് ചെയ്തു? കർത്താവിനോടും പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനം കേൾക്കുന്ന പാതിയിൽ എടുത്ത് എന്ത് ചെയ്യരുത്? ചാടരുത്. കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കണമെങ്കിൽ അത്യുന്നതന്റെ മറവിൽ എന്ത് ചെയ്യണം? വസിക്കണം. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ എന്ത് ചെയ്യണം? പാർക്കണം. ഹല്ലേലൂയ. പിശാച് എന്ത് ചെയ്യും? ഇടർച്ചക്കല്ല് എന്ത് ചെയ്യും? വയ്ക്കും. അതിൽ തട്ടിപ്പോകത്തില്ല. നീ പാർക്കാനുള്ളത് ഇടർച്ചക്കല്ലിൽ തട്ടിപ്പോയിട്ടല്ല നീ ജീവിക്കേണ്ടിയത്. ശാശ്വതമായ പാറയായ ക്രിസ്തുവിലാണ് നീ എന്ത് ചെയ്യേണ്ടത്? നീ വാസം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അവർ നിന്നെ കൈകളിൽ എന്ത് ചെയ്യും? വഹിച്ചുകൊള്ളും. 37-ാം സങ്കീർത്തനത്തിൽ വരാം, 23-ഉം 24-ഉം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം
സ്ഥിരമാക്കും. ഉണ്ടോ? ഇടർച്ചക്കല്ലുകൾ ഉണ്ടായാലും ദൈവം ആ മനുഷ്യനിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ യഹോവ അവന്റെ ഗമനം എന്ത് ചെയ്യും? സ്ഥിരമാക്കും. അവൻ വീണാലും നിലം പരിശാകയില്ല. ഹല്ലേലൂയ. നിലം പരിശാകയില്ല. ന്യായവിധിയിൽ വശത്ത് 1000-ഉം 10,000 പേരും വീഴുമ്പോഴും വീണാലും നിലം പരിശാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് എന്ത് ചെയ്യുന്നു? താങ്ങുന്നു. ആമേൻ. ഇതൊക്കെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. അവന്റെ ബലമുള്ള കയ്യിൽ അവൻ നമ്മെ താങ്ങിയത് കൊണ്ട് വീണിട്ട് അവൻ നമ്മെ എന്ത് ചെയ്തു? രക്ഷിച്ചു. ഇടർച്ചക്കല്ലുണ്ടായിട്ടും കർത്താവ് എന്ത് ചെയ്തു? രക്ഷിച്ചു. മുൻപിലേക്ക് യാത്ര ചെയ്യുവാൻ, അതിൽ തട്ടി വീണു പോകാതെ, നശിച്ചു പോകാതെ മുൻപിലേക്ക് പോകുവാൻ കർത്താവ് സഹായിച്ചു. വീണ്ടും പറയുന്നത്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. സിംഹം അത് ഇരയെ വേട്ടയാടുമ്പോൾ വളരെ ക്രൂരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേട്ടയാടുന്നത്. പിശാച് ചുമ്മാതെ എന്ത് ചെയ്തില്ല, തട്ടി തടവി മാത്രമല്ല, ക്രൂരമായിട്ട് എന്ത് ചെയ്യും? വേട്ടയാടും. രണ്ടാമത് പറയുന്നത് എന്താണ്? അണലി. സിംഹം ക്രൂരതയോടുകൂടിയാണ്. അണലി എന്താണ്? എങ്ങനെയാണ്? പതുങ്ങിയിരിക്കും, കാണത്തില്ല, അറിയത്തില്ല. അതിൻ്റെ ഉള്ളിൽ എന്താണ്? ചതിയാണ്. അണലിക്ക് എന്തുകൂടെ ഉണ്ട്? വിഷം കൂടിയുണ്ട്. ഇവിടെ അണലിയെ പിശാചിനോട് എന്ത് ചെയ്യുന്നു? ചിത്രീകരിക്കുമ്പോൾ പിശാചിന്റെ തലയെ തകർത്തത് ആരാണ്? കർത്താവ്. ഇവിടെ സിംഹം എന്ത് ചെയ്യുന്നു? ഒരു കരുണയില്ലാതെ എന്ത് ചെയ്യും? നിന്നോട് എന്ത് ചെയ്യും? ഇടപെടും. സിംഹത്തിന്മേലും സിംഹത്തിന്മേലും അതിന്റെ മകളിലും അണലിമേലും നീ എന്ത് ചെയ്യും? ചവിട്ടും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് ബാലസിംഹം. ബാലസിംഹം എന്ന് പറഞ്ഞാൽ മറ്റൊരു സിംഹമാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് ബാലസിംഹം. ബാലസിംഹത്തിന് എന്താണ്? ശക്തി കൂടുതലാണ്. ശക്തി കൂടിയ വിഷയങ്ങൾ നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും നിനക്കതിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയും. നീ അവനെ ശരണമാക്കിയതുകൊണ്ട്, അവനെ മറവിടമാക്കി വെച്ചതുകൊണ്ട്. ബാലസിംഹത്തോട് ഞാൻ എങ്ങനെ ജയിക്കും? അത് ശക്തിയുള്ളതാണ്. അത് ക്രൂരമായിട്ട് എന്ത് ചെയ്യും? നിന്നെ തകർക്കുവാൻ പദ്ധതിയിടും. ബാലസിംഹത്തിന്റെ മേലും പെരുമ്പാമ്പിനെ നീ എന്ത് ചെയ്യും? ഈ പെരുമ്പാമ്പിന് വിഷമില്ല. പെരുമ്പാമ്പ് എന്ത് ചെയ്യും? വിഴുങ്ങും. പെരുമ്പാമ്പ് ഒറ്റയടിക്ക് എന്ത് ചെയ്തില്ല? വിഴുങ്ങത്തില്ല. അതിനെ ചുറ്റി വരിഞ്ഞ് പാമ്പ് വിഴുങ്ങുന്ന വളരെ സ്ലോയാണ്. ചില വിശ്വാസികളെ വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യും? മുഴുവനും പിശാച് വിഴുങ്ങും. ഇവിടെ പറയുന്നത് എന്താണ്? സിംഹത്തെയും അണലിമേലും നീ എന്ത് ചെയ്യും? ചവിട്ടും. ഈ അണലി എന്നും എന്താണ്? എന്നും അണലി എന്ന്. പാമ്പ് മാനസാന്തരപ്പെടും. എങ്ങനെയാണെന്നറിയോ? ചട്ട എന്ത് ചെയ്യും? ഊരും. ചട്ട ഊരി മാനസാന്തരപ്പെട്ടാലും പാമ്പിന് പിന്നെ എന്ത് വരും? പുതിയ ചട്ട വരും. ഒരു ചട്ട ഊരി പുതിയ ചട്ട വരുമ്പോഴത്തേക്ക് പാമ്പ് കുറച്ചുകൂടെ വികാസം എന്ത് ചെയ്യും? ഉണ്ടാകും. വലിപ്പം കൂടും. വലിപ്പം കൂടുന്ന എന്താണെന്നറിയോ? കുറച്ചും കൂടെ വലിയ ഇര എന്ത് ചെയ്യും? പിടിക്കാനാണ്. പാമ്പിനും താഴ്മയുണ്ടോ? ഇരുന്ന് ചുരുളും. എന്തിനാണെന്നറിയോ? ആഞ്ഞു കൊത്താൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് കർത്താവില്ലെങ്കിൽ ഇതിനെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇവിടെ വായിച്ചിട്ടും കിടക്കും. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഇതിനകത്ത് കുറച്ചുകൂടെ ആഴമായിട്ടുള്ളൊരു കാര്യമുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഞെരുങ്ങിപ്പോവും. എന്താണെന്നറിയോ? മനുഷ്യൻ ഇന്ന് മനുഷ്യന്റെ ജീവനത്തിന് വേണ്ടി അവൻ ക്രൂരമായി മനുഷ്യരോട് തന്നെ എന്ത് ചെയ്യുന്നു? ഇടപെട്ടിട്ടാണ് അവന്റെ വരുമാന മാർഗങ്ങൾ എന്ത് ചെയ്യുന്നത്? അവൻ കണ്ടെത്തുന്നത്. ക്രൂരമായി മൃഗങ്ങളെ പോലെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീതിമാന്റെ മകനാണ് മകളാണ് നിങ്ങളെങ്കിൽ, അവൻ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നത് കണ്ടിട്ടില്ല. ബാലസിംഹം വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവും വരത്തില്ല. ദൈവത്തിന്റെ മക്കൾ അവരുടെ ഭൗമികമായ ആവശ്യങ്ങൾ വേട്ടമൃഗങ്ങളെ പോലെ സ്വഭാവം വെച്ചുകൊണ്ടല്ല എന്ത് ചെയ്യുന്നത്? ജീവിക്കേണ്ടത്. ദൈവം അവർക്ക് എന്ത് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ. ചതി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇരയെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇന്നർമേന്റെ കാര്യമാണ്, അകത്തെ മനുഷ്യന്റെ കാര്യമാണ്. നേരത്തെ പറഞ്ഞ പുറത്തെ കാര്യമാണ്. അവന്റെ ഉള്ളിൽ എന്തില്ല?
ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചതുപോലെ അവന് ദൈവം എന്ത് ചെയ്യും കൊടുക്കും? അവൻ വേട്ടയാടേണ്ട ആവശ്യം ഇല്ല. നീതിമാന്റെ മക്കൾ അപ്പത്തിന് ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നാണ്. ഇന്ന് ദൈവത്തിന്റെ മക്കളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ കിട്ടിയിട്ടും ഭൗമികമായ കാര്യത്തിന് വേണ്ടി ലോകത്തിൽ ഇരന്ന് നടക്കുകയാണ്. ഒരു പ്രാർത്ഥന വെച്ചാൽ കാണത്തില്ല, ഒരു ആരാധന വെച്ചാൽ കാണത്തില്ല. അവന് 24 മണിക്കൂറും ഇരന്നിട്ടും അവന്റെ ഭൗമിക കാര്യം എന്ത് ചെയ്യുന്നില്ല, അവന് നടക്കുന്നില്ല. നീതിമാന്റെ മകനാണെങ്കിൽ നീ ഇരക്കേണ്ടി വരത്തില്ല. നിന്നെ ദൈവം പുലർത്തും, നീ ദൈവസന്നിധി കാണും. നീ അതിനെന്ത് ചെയ്യും? നീ മെതിച്ചു കളയും. അതാണ് അവിടെ പറയുന്നത് പ്രാക്ടിക്കല്. പെരുമ്പാമ്പെന്താ? ലോകമനുഷ്യന് ദൈവമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ പെരുമ്പാമ്പ് ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് വിഴുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം പിന്നെ അതിനെന്തല്ല, ഭക്ഷണം വേണ്ട. പ്രാക്ടിക്കലാണ് ഞാൻ പറയുന്നത്. ദൈവമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് തലമുറകൾക്ക് വേണ്ടി വിഴുങ്ങേണ്ട ആവശ്യം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പ്രാക്ടിക്കൽ. ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അവൻ വിഴുങ്ങിയാലേ അവൻ എന്തുള്ളൂ, അവന് സമാധാനമുള്ളൂ. ദൈവത്തിന് വേണ്ടിയിട്ട് അവൻ എല്ലാം ചെയ്യുമോ? ചെയ്യത്തില്ല. ഇത് പറയുമ്പം ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഞാൻ പ്രാക്ടിക്കൽ ഇന്നർമാന്റെ കാര്യം. ഈ വചനം ഇന്നർമാന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എന്താണ്? ബാലസിംഹം ഇര പിടിക്കുന്ന എന്താണ്? കയ്യൂക്കാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മക്കൾ കയ്യൂക്ക് കൊണ്ടല്ലേ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഹലോ, ആഴത്തിലോട്ട് പോകുമ്പോൾ ഉള്ള കാര്യത മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ താണിരിക്കും. കയ്യൂക്ക് കൊണ്ടൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നേടേണ്ട ആവശ്യം ഇല്ല. ദൈവം എന്ത് ചെയ്യും? ഹലോ, അല്ലാതാണെങ്കിൽ പറയാം ബാലസിംഹത്തെയും പെരുമ്പാമ്പും. നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം പറയുമ്പോഴത്തേക്കും ചവിട്ടിക്കളയും, മെതിച്ചളയും, അതൊക്കെ പറയും. ഇതോ ഈ സ്വഭാവം കൂടെ എന്ത് ചെയ്യണം? ആമേൻ. പിടികിട്ടിയോ? ഹല്ലേലൂയ. കാണാതെ അറിയാവുന്നവരാണ് എല്ലാവരും. എൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നീ മെതിച്ചളയും. കാരണം നിന്നെ നടത്തുന്നത് അത്യുന്നതനായ ദൈവമാണ്. നിന്നെ പുലർത്തുന്നത് അവനാണ്. ഈ സ്വഭാവ കാര്യങ്ങളൊന്നും കൊണ്ട് നിനക്ക് നിന്റെ കാര്യം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് എന്ത് ചെയ്യും? ഹല്ലേലൂയ. ബാലസിംഹത്തിന്റെ കൈ കൊണ്ടാണ് ഇരയെ പിടിക്കാനാണ്, അടിച്ച് വീഴ്ത്തിയിട്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്? ഇരയെ പിടിക്കുന്നത്. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും. ഈ സിംഹം ഇരയെ പിടിക്കുന്നത് ഡെയിലിയാണ്, മറ്റെന്താണ് മാസങ്ങളോടെ എന്ത് ചെയ്യും. പിന്നെ ഇതിനകത്ത് മറ്റൊരു ആത്മീയ അർത്ഥം, മറ്റൊരു കാര്യമുണ്ട്. ബാലസിംഹം ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യും. പെരുമ്പാമ്പ്, അണലി ഇൻഡയറക്റ്റ് അറ്റാക്കാണ്. സ്പിരിച്വൽ അറ്റാക്കിൽ ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടാവും, നീ അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ഉണ്ടാവും. തന്ത്രപരമായിട്ട് നിന്നെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തും. ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് നിന്നെ കിട്ടിയില്ലെങ്കിൽ ചതിയിലൂടെയും തന്ത്രപരമായിട്ട് എന്ത് ചെയ്യും? വേട്ടക്കാരലിന്റെ കെണിയിലും ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചതിക്കെണികളുണ്ട്, ചതിക്കുഴികളുണ്ട്. ഇവിടെ പിശാച് ഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്ത് നോക്കും. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പതുങ്ങിയിരിക്കും. നീ പോകുന്ന വഴി നീ എന്ത് ചെയ്യും? സൂക്ഷിക്കുക. നീ വെക്കുന്ന കാലടി നീ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഇതിവിടെ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് പറ്റുമോ? ആർക്കാണിത് പറ്റുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്നവൻ, അവനെ സങ്കേതമാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അവനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക്, അവനിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അവന്റെ നാമത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക്, വചനത്തിലൂടെ അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഈ ജയം തരും. പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്ന വ്യക്തിജീവിതങ്ങൾക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ എല്ലാ അടിയും കൊണ്ട്, ആക്രമണവും കൊണ്ട് വിടുതൽ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. വിടുവിക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടാവും. ഇനി എന്നാണ് വിടുതൽ അനുഭവിക്കുക, സ്വാതന്ത്ര്യം അനുഭവിക്കുക, ജയം അനുഭവിക്കുക? എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന് വചനം പറയുന്നത്. ആ രക്ഷ എന്ന് കാണിക്കും? ഇന്ന് നീ അവനിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷ ഇന്ന് നീ അനുഭവിക്കും. ഹല്ലേലൂയ. ഈ പറയപ്പെട്ട സകല കാര്യങ്ങളുടെ മകളിലും ജയമെടുത്ത അരുമനാഥനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അവനാൽ സാധ്യമാണ്, അവനാൽ മാത്രം സാധ്യമാണ്. അവനാൽ നിത്യതയിൽ ദീർഘായുസ് നമ്മൾ എന്ത് ചെയ്യും? പ്രാപിക്കും. ശത്രു നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ നിത്യമായ നരകാഗ്നിയിൽ വലിച്ചെറിയുവാൻ അവൻ പദ്ധതിയിട്ടു. ദൈവമോ അവയിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചു.
ആ രക്ഷയുടെ സന്തോഷമാണ് ആരാധനയിൽ ഉണ്ടാകേണ്ടത്. ദൈവം എന്നെ ഈ രക്ഷിച്ച രക്ഷയുടെ സന്തോഷമെടുത്ത് ഞാൻ എൻ്റെ ദൈവത്തെ എന്ത് ചെയ്യും? ആരാധിക്കും. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.